കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായി ഹൈക്കോടതി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രധാനപ്പെട്ട ഒരുപാട് കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ കോട്ടയത്ത് കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പുകൾ ഇന്നുണ്ടാകും. എന്താണ് മധ്യകേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്നൊക്കെ പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ? വിപിൻ സി വിജയൻ. റിജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ ഇ ഡി കേസുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനമായും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരാനുള്ള വാർത്ത. അത് അനീഷ് ബാബുവിന്റെ ഒരു വെളിപ്പെടുത്തൽ ഏറെ ചർച്ച ചെയ്തതാണ് കേരളം. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊല്ലത്തുള്ള ഒരു കശുവണ്ടി വ്യവസായിയായിരുന്നു അനീഷ് ബാബു. അനീഷ് ബാബു ഇ ഡി ഏകദേശം 2 കോടി രൂപ ഒരു കള്ളപ്പണ കേസ് ഒതുക്കുന്നതിന് വേണ്ടി തന്നോട് ആവശ്യപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം ആദ്യം തന്നെ ഉന്നയിക്കുകയും അതിൽ വിജിലൻസ് അസിസ്റ്റന്റ് ഡയറക്ടറെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് തന്നോട് ഒരു പ്രതികാര നടപടിയായി ഇ ഡി ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് തന്നോട് ഇ ഡി വളരെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതായിരുന്നു അനീഷ് ബാബുവിന്റെ പരാതിയുള്ളത്. ഇപ്പോൾ അനീഷ് ബാബു വീണ്ടും ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനീഷ് ബാബു ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായാണ് ഹൈക്കോടതിയുടെ മുൻപിൽ എത്തുന്നത്. കാരണം ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇ ഡിയുടെ ഒരു സമൻസ് അനീഷ് ബാബുവിന് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർജി ഇന്ന് ഹൈക്കോടതി കേൾക്കുകയും ചെയ്തു. ഈ കള്ളപ്പണ കേസ് ഒതുക്കുന്നതിന് വേണ്ടി തന്നോട് 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നതിന് തൊട്ടുപുറകെ തന്നെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് അതിൽ ചോദ്യം ചെയ്യുകയും ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇ ഡി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പലതവണ തന്നെ അനീഷ് ബാബു വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതിന് തൊട്ടുപുറകെയാണ് വീണ്ടും ഇ ഡിയുടെ ഒരു സമൻസ് എത്തുകയും അത് ഹൈക്കോടതിയിലേക്ക് ഒരു ചർച്ചയായി വരികയും ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇന്ന് പുറത്തുവരും. മറ്റൊന്നുള്ളത്, നമ്മൾ ഏറെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. അത് കോട്ടയത്ത് നിന്ന് സ്വന്തം കുട്ടിയെ വിൽക്കുന്നതിന് വേണ്ടി ഒരു അച്ഛൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അസം സ്വദേശിയായിട്ടുള്ള ഒരു ആൾക്കെതിരെയാണ് ഇപ്പോൾ ഈ പോലീസ് കേസ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഈ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങുകയും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും ചെയ്യും. വെറും 2.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ 50,000 രൂപയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമം. ഇതിൽ 1000 രൂപ കൊടുക്കുകയും ചെയ്തു. UP സ്വദേശികൾക്ക് വിൽക്കാനായിരുന്നു ശ്രമം. ഇങ്ങനെ 3 പേർ ഇതിൽ കസ്റ്റഡിയിലുണ്ട്. കുട്ടിയുടെ അമ്മ അതിന് സമ്മതിക്കാതിരിക്കുകയും അവർ തൊട്ടടുത്തുള്ള ആളുകളോട് പറയുകയും അവർ പോലീസിന് ഈ വിവരം കൈമാറുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം പുറത്തറിയുന്നതും ഏറെ അത് ചർച്ച ചെയ്യുകയും ചെയ്തത്. ഉടൻ തന്നെ പോലീസ് ഇതിൽ ഇടപെടുകയും 3 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവരുടെ കസ്റ്റഡി, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ, ഇടനിലക്കാരുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. കോട്ടയത്ത് ഇപ്പോൾ ഇന്ന് MC റോഡിൽ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള വിവരം. അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകളെ വിശകലനം ചെയ്യുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.